പിന്നെ ഒരു ഡൗട്ട്, ഇന്നലെ എൻ്റെ വീട്ടിൽ സോളാർ വെക്കാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഓൺ ഗ്രിഡ് വെക്കുന്നതാണോ ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം വെക്കുന്നതാണോ നല്ലത്? പിന്നെന്താ, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ദാറ്റ് മീൻസ് നമുക്ക് ഓൺ ഗ്രിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോളാറിന്റെ കൂടെ തന്നെ KCBയിൽ നിന്ന്, നമ്മുടെ ഗ്രിഡിൽ നിന്ന് ഒരു ലൈൻ നമ്മുടെ വീട്ടിലോട്ടുണ്ടാവും. അതായത് സോളാറിൽ നിന്നും കറണ്ട് വരും, ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും കറണ്ട് വരും അല്ലേ? അതെ, അത് തന്നെ. മീൻസ് സോളാറിൽ നിന്ന് ഇപ്പോൾ പെർ ഡേ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഉപയോഗിച്ചിട്ടുള്ള ബാക്കി നേരെ KCB കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ സോളാർ പ്രൊഡക്ഷൻ നടത്തിയില്ല, മീൻസ് നല്ല മഴയുള്ള ദിവസമാണ്, പ്രൊഡക്ഷൻ നടത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ KCB നമുക്ക് ഇങ്ങോട്ട് കറണ്ട് തരും. അപ്പൊ എന്റെ ഡൗട്ട് ഞാൻ തീർത്തോട്ടെ. ഇപ്പൊ ഓൺ ഗ്രിഡിൽ KCBയിൽ നിന്ന് കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ നടക്കില്ലെന്ന് അങ്ങനെ എന്തോ പറയാൻ കേട്ടിട്ടുള്ളൂ. അപ്പൊ സത്യമാണോ? അതെ, അത് വലിയൊരു മെയിൻ ഇഷ്യൂ തന്നെയാണ്. ദാറ്റ് മീൻസ് ഇപ്പൊ നട്ടിച്ച വെയിലാണ്, നല്ല വെയിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. KCBയിൽ നിന്ന് നമുക്ക് ലൈൻ ഇല്ല എന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് KCBയിൽ നിന്ന് കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ സോളാർ പ്രൊഡക്ഷൻ നടത്തില്ല. അങ്ങനെയാണല്ലേ? അപ്പൊ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തുവാ? ഇത് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തുവാന്ന്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കറണ്ട് ബില്ല് നമുക്ക് ഒന്നാമത്തെ കുറയ്ക്കാൻ പറ്റും ഓൺ ഗ്രിഡിൽ. അതുപോലെ തന്നെ ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇവിടെ ബാറ്ററി ഇല്ല. മീൻസ് നമുക്ക് KCBയിൽ നിന്ന് ഡയറക്റ്റ് ആണ് കറണ്ട് വരുന്നത് പ്രൊഡക്ഷൻ ഇല്ലാത്ത ടൈമിൽ. സോ ഇവിടെ ബാറ്ററി അല്ലെങ്കിൽ ബാക്കപ്പിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, നമുക്ക് ബാറ്ററിയുടെ മെയിൻ്റെനൻസും വരുന്നില്ല. ഓൺ ഗ്രിഡ് എന്തോന്ന് ഏകദേശം ഒരു പിടിയിട്ട്. ഇനി ഓഫ് ഗ്രിഡ് എന്തുവാ? നമ്മളിനി ഓഫ് ഗ്രിഡിനെ പറ്റി പറയുവാണെങ്കിൽ മറ്റേത് ഓൺ ഗ്രിഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് ഡിപ്പെൻഡന്റ് ആണ്. മീൻസ് KCB ഡിപ്പെൻഡ് ചെയ്താണ് അത് വർക്ക് ചെയ്യുന്നത്. മീൻസ് KCB കറണ്ട് തന്നില്ലെങ്കിൽ സോളാർ പ്രൊഡക്ഷൻ നടക്കില്ല. സോ ഇവിടെ ഇൻഡിപെൻഡന്റ് ആണ്. മീൻസ് വീട്ടിൽ നമ്മൾ ബാക്കപ്പ് വെക്കുന്നുണ്ട്, ഒരു ബാറ്ററി വെക്കുന്നുണ്ട് ഓഫ് ഗ്രിഡിൽ. സോ കറണ്ട് ഇല്ലെന്നല്ല, സോളാർ പ്രൊഡക്ഷൻ ഇല്ല അല്ലെങ്കിൽ രാത്രിയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ബാറ്ററിയിൽ നിന്നായിരിക്കും കറണ്ട് എടുക്കുന്നത്. മനസ്സിലായി. ഓൺ ഗ്രിഡിൽ രാത്രി സമയങ്ങളിൽ KCBയിൽ നിന്ന് കറണ്ട് എടുക്കുകയാണെങ്കിൽ ഓഫ് ഗ്രിഡിൽ രാത്രി സമയങ്ങളിൽ ഈ ബാറ്ററിയിൽ നിന്നല്ല കറണ്ട് എടുക്കുന്നത്. അതെ, ഞാൻ ഇപ്പൊ ആൾറെഡി പറഞ്ഞത്. ദാറ്റ് മീൻസ് KCBയിൽ നിന്ന് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, KCB ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇത് ഇൻഡിപെൻഡന്റ് ആണ്. സോ ഇപ്പോൾ അത്യാവശ്യം ഉള്ളേരിയകളിലാണ് അല്ലെങ്കിൽ വില്ലേജുകളിലാണെങ്കിൽ അത്യാവശ്യം ഫ്രീക്വന്റ് ആയിട്ട് കറണ്ട് കട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ പോലും ഓഫ് ഗ്രിഡ് പരിപാടി വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഓൺ ഗ്രിഡ് ആണെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് കറണ്ട് കട്ടുണ്ടെങ്കിൽ, മീൻസ് KCBയിൽ നിന്ന് കറണ്ട് വരുന്നത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ നടക്കില്ല, അവിടെ നിന്ന് നഷ്ടമായിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. പക്ഷെ ഇതിന് ബാറ്ററിക്കൊക്കെ കുറച്ച് കോസ്റ്റ് ആവത്തില്ലേ? അതെ, നീ പറഞ്ഞൊരു വലിയൊരു പോയിന്റ് തന്നെയാണ്. ദാറ്റ് മീൻസ് ഓൺ ഗ്രിഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓഫ് ഗ്രിഡിൽ ബാറ്ററിയുടെ കോസ്റ്റ് എക്സ്ട്രാ വരുന്നുണ്ട്. അത് മാത്രമല്ല ബാറ്ററിയുടെ മെയിൻ്റെനൻസും വരുന്നുണ്ട്. അത് മാത്രമല്ല ഓൺ ഗ്രിഡിലോട്ട് മിക്കവരും പോകാനുള്ള ഒരു റീസൺ കൂടെ, അത് നമുക്കൊരു ഇൻകം തരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓൺ ഗ്രിഡിൽ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തതിന്റെ ബാക്കി നേരെ KCBക്കാണ് കൊടുക്കുന്നത്. സോ KCBക്ക് കൊടുത്ത് നമ്മുടെ ഉപയോഗം എല്ലാം കഴിഞ്ഞ്, നമ്മുടെ രാത്രിത്തെ ഉപയോഗം പകലത്തെ ഉപയോഗം എല്ലാം കഴിഞ്ഞ് KCBക്ക് കൊടുത്ത് ഈ കറണ്ട് ഉണ്ടല്ലോ, ഈ കൊടുത്ത കറണ്ടിന് ഒരു എമൗണ്ട് വർഷാവസാനം KCB നമുക്ക് തരുന്നുണ്ട്. മിക്കവരും പോകുന്നതിന്റെ ഒരു റീസണും അതാണ്. ഇനി വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ഗ്രിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ കോസ്റ്റ് കുറവാണ്, പക്ഷെ വീട്ടിൽ ബാക്കപ്പ് ഇല്ല. ഓഫ് ഗ്രിഡ് കോസ്റ്റ്ലി ആണ്, പക്ഷെ ഇവിടെ ബാക്കപ്പ് ഉണ്ടല്ലേ? അത് തന്നെ. ഇനിയിപ്പോൾ നിന്റെ ഒരു സിറ്റിയിലല്ലേ, സിറ്റിയിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള കറണ്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതിന് അത്ര വലിയ കറണ്ട് കട്ടൊന്നും വരത്തില്ല. സോ അതുകൊണ്ട് തന്നെ അവിടെ ഓൺ ഗ്രിഡ് പരിപാടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ പവർ കട്ട് കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഓഫ് ഗ്രിഡ് ആണല്ലോ ബെറ്റർ. ഇപ്പൊ എല്ലാം ഏകദേശം ക്ലിയർ ആയിടാ. മീൻസ് ഓഫ് ഗ്രിഡ് ഓൺ ഗ്രിഡ് നമ്മൾ വ്യക്തമായിട്ടൊരു ഡിഫറൻസ് കിട്ടി. അല്ല, നിനക്ക് ഈ കാര്യം പറഞ്ഞു തന്നപ്പോഴേ ആലോചിച്ചു, മിക്കവർക്ക് ഈ ഡൗട്ട് കാണത്തില്ല എന്തു ഈ ഓഫ് ഗ്രിഡ് എന്തു ഓൺ ഗ്രിഡ് എന്നുള്ളത്. അപ്പൊ ഇതിനെപ്പറ്റി വീഡിയോ യൂട്യൂബിൽ ഇട്ടാലോ? അതിപ്പോ നമ്മൾ ആൾറെഡി അവിടെ ചെയ്ത് തരില്ലേ? സോ കുഴപ്പമോ?